ഇതാ ഫ്രണ്ട്സ്, നമ്മളിതാ ചാല് കുറച്ച് കീറിയിട്ടുണ്ട്. എന്താ ഏട്ടൻ എന്താ മുകളിലോട്ട് ഇതാ ചാല് കീറിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ ചൂച്ചിമോൻ ഇതവിടെ തൂണ് ഒഴിച്ചിടാൻ കുഴി ഒഴിക്കുകയാണ്. കണ്ടോ ഇതിൻ്റെ ആയം കണ്ടോ? ആയം കാണുന്നില്ല. നിഷീദിപ്പം കോരുമ്പോൾ കാണാം ആയം എത്ര ഉണ്ട് എന്ന്. ഇതോ തല കൂട്ടുന്നുണ്ടില്ലേ മണ്ണിൽ. എന്താ ഇത്ര ആയാണ് നമ്മൾ ഒരു തൂണ് കുഴിച്ചിടാൻ കൊടുക്കുന്നത്. 3 മീറ്ററിൻ്റെ മുകളിലുണ്ട്. നമ്മൾ തൂണ് മൊത്തം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ചീമക്കൊന്നയാണ്. തഴുത്ത് വരാൻ, മുളച്ച് വരാൻ. ഗൈസ്, നമ്മുടെ അജ്മൽക്ക പോയി കുത്തുന്നത് കണ്ടോ? ഗൈസ്, നമ്മൾ കുണ്ടിലോട്ട് ഇറക്കി വെച്ചിരിക്കുകയാണ്. നമ്മൾ ഇതിൻ്റെ സൈഡിൽ കല്ലും അതേപോലെ തന്നെ മണ്ണിട്ട് ഫില്ല് ചെയ്യുന്നു. ഗൈസ്, കൊറോണൻ്റെ ടൈമിന് നമുക്കൊരു എൻ്റർടൈൻമെൻ്റ് ആണ് ഈ തൂണ് കുഴിക്കലൊക്കെ. അതേപോലെ തന്നെ നമ്മളെ കുളവും ശരിക്കും ഞങ്ങൾ എൻജോയ് ചെയ്തിട്ടാണ് ഇപ്പോൾ കുളമൊക്കെ കുത്തുന്നത്. കുളമൊക്കെ കുത്തി കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് കെട്ടായി നമ്മളെ തൂണ് അതേപോലെ ഫുൾ കവറിങ് ഒക്കെ വരാൻ വേണ്ടിയിട്ട് സെറ്റാക്കുകയാണ്. നമ്മുടെ ഏട്ടൻപുള്ളി ചെയ്യുന്ന കാണുന്നുണ്ട്. രണ്ട് മടിയന്മാരെൻ്റെ കൂടെ ഉള്ളത്. ഏട്ടനും കൂടെ തൂണ് കുഴിച്ചിടാനുള്ള മൽപ്പിടുത്തത്തിലാണ്. ഗൈസ്, ഞാൻ ആരാന്ന് മനസ്സിലായോ? ഞാൻ യൂട്യൂബ് ചാനലൊന്നും തുടങ്ങിയില്ല, പക്ഷേ യൂട്യൂബിൽ വളരെ ഫേമസ് ആയ ഒരാളാണ്. കേട്ടിട്ടുണ്ടാവും, ഇൻസ്റ്റ നോക്കിയാൽ മതി. ദ ക്രേസി സ്നോ റൈഡർ അല്ലെങ്കിൽ ദ ബാഡ് ക്യാപ്റ്റൻ. അതേപോലെ നമ്മൾ FB നോക്കുകയാണെങ്കിൽ മുഹമ്മദ് നഷീദ്. ഇപ്പോൾ അഥവാ PUBG കളിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്വാഡ് വൈപ്പർ. ഗൈസ്, നിങ്ങൾ പുക പോകുന്നതൊക്കെ കാണുന്നുണ്ടോ? ഗൈസ്, നമ്മൾ ഇങ്ങനെ പുകയൊക്കെ പോകുന്ന രീതിയിൽ നമ്മൾ കുത്തി ഇറക്കിയാലേ നമ്മൾ തൂണിന് നല്ല ബലം കിട്ടുള്ളൂ. ഗൈസ്, ഗൈസ് ഇങ്ങനെ കുത്തി ഇറക്കണം. ഗൈസ്, ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മളിതാ ഇന്ന് 1, 2, 3, 4 ഇതടക്കം 5 തൂണും നമ്മൾ വീശിയിട്ടിട്ടുണ്ട്. ഇനി ഇതാ ആ സൈഡിലോട്ടും മേലോട്ടൊക്കെ ആ ചാലി കീറിയൊരു പോഷൻ കാണുന്നുണ്ടല്ലോ, അവിടെയൊക്കെ തൂണ് കുഴിച്ചിടാനുള്ളതാണ്. എന്താ ഹലോ, നമ്മൾ തൂണൊക്കെ കുഴിച്ചിട്ട് കഴിഞ്ഞു കേട്ടോ.
ചാക്കിന്റെ കട്ടിങ്ങിലേക്ക് കിടക്കുക. കുളത്തില് തിരിക്കാനുള്ള ചാക്ക് നമ്മളിതാ മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറെ ചാക്കും കുളത്തിലൊക്കെ ഒരുപാട് ചാക്കുകൾ നമ്മൾ മുറിച്ചിത ചാക്കില ഇങ്ങനെ ഇരിക്കും. ഞാൻ ചാക്ക് എടുക്കുമ്പോൾ അയ്യോ കഴിയും. ചേട്ടനെ വളർന്നൊരു വളക്കല് വളക്കില്ലേ? നീ എന്റെ കയ്യും മുറിക്കോടാ. ഇങ്ങോട്ട് വന്നിട്ട് ഇതിലാ പേടിച്ചു പോണേ കത്തിന്റെ വന്നിട്ടാണോ? ഞാൻ മുറിക്കുവോ തിരിച്ചാ? ഐശ്വര്യ വലിയ ഏച്ച് പോലും ഒരു പങ്ക് കൂടി കാണും. മനസ്സിലായോ? ഐശ്വര്യയിൽ വലിയ ഏച്ച് പോലും ഒരു ഫാന് കൂടെ അല്ല. ബൈബിളാക്കി കുയാല് വെള്ളം ഞങ്ങൾക്ക് വേണം ചക്കാരെ. എന്താ അറിയോ? ബൈബിളാക്കി ട്യൂബ് കുയാല് വെള്ളം എന്ന് പറഞ്ഞാൽ കോൽക്കണ്ടൂർ ബോർവെൽ ഞങ്ങൾക്ക് വേണം സർക്കാർ. വയനാടൻ ആദിവാസി കോളനിയാണ്. ഇതിന്റെ കൂടെയൊക്കെ നടക്കുന്നേ. പന്ത്രണ്ട് പോയാൽ നന്നാവുന്നു. എന്റെ കൂടെ അല്ലേ ഇവിടെ പോയാലും ഉണ്ടാവും അട്ടവാദിനെ കെട്ടി. കുളത്തിന്റെ സൈഡ് മറയ്ക്കാനാണ് തുടങ്ങുന്നത്. തൂണൊക്കെ കുഴിച്ചിട്ടിരുന്നു. സൈഡ് മറിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. തൂണ് കെട്ടതാ സ്റ്റോ റൈഡറാണ്. റൈഡറിന്റെ തലയിൽ കൂടെ കോണി വീണിരിക്കുന്നു. ആ തൂണിൽ ചായ്ക്കാനാണ് റൈഡർ നോക്കുന്നത്. പക്ഷെ നടക്കുന്നില്ല. ചൂച്ചിമോൻ ഗൈസ്, ചേച്ചിമോ എന്താ ചാല് ക്ലീൻ ആക്കുകയാണ്. ഈ നെറ്റ് നമ്മളിപ്പോൾ ഇവിടെ വേണ്ടി കിട്ടിയിട്ടുണ്ട്, കാണിച്ചുതരാം. വെറുതെ കിട്ടിയിട്ടുള്ളൂ. ഇനി മേലെ കയറൊക്കെ കിട്ടി ടൈറ്റ് ആക്കാനൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇത് ചാല് ക്ലീൻ ആക്കിയാലേ നെറ്റ് അതിൽ ഇറക്കി വെക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് അതിൽ മണ്ണുണ്ട്. നമ്മൾ ഇത്രയും നമ്മൾ നെറ്റ് ചുറ്റാണല്ലോ കേട്ടോ, ഗ്രീൻ നെറ്റ്. ഫ്രണ്ട്സ്, നമ്മൾ ഗ്രീൻ നെറ്റ് ഇതാ സൈഡിൽ ഇതാ കെട്ടി ഒരുവിധം സെറ്റാക്കിയിട്ടുണ്ട്. മറച്ചിട്ട് മേലെ ഭാഗം എല്ലാം കെട്ടി സെറ്റാക്കിയിട്ടുണ്ട്. ഇനി അതിൻ്റെ അടിഭാഗം കൂടി ലെവലാക്കാനുണ്ട്. കുറ്റി അടിച്ച് താക്കാനുണ്ട്. എന്നാലും ടൈറ്റിൽ നിൽക്കുള്ളൂ. അപ്പോൾ അതിൻ്റെ അവസാന ഘട്ടം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇതാ ചെയ്യാനുള്ള ഗ്യാപ്പാണ്. ഈ ഒരു 2 ഗ്യാപ്പും കൂടിയേ ഉള്ളൂ. ഈ ആ പോർഷനിലാണ് ഡോറ് വരുന്നത്. ഇതാ കത്രിക മൂർച്ചാക്കാണ് വരുത്തേ. കാണിച്ചുതരാം. ഇതാണ് നാണം വന്നു ഇവന്. മാതിന് നാണം വന്നു. ഡേക്ക് ആണ് ഇവൻ. ഡേക്ക് സ്വയം പറയുന്നതാണ് ഇവൻ. ഡേക്ക് വന്ന് നാണം വന്നു. ഇതാ പോയി വാജ്, ഇതാ പോയി. മാതിൻ എന്നാണ് എല്ലാവരും വിളിക്കുന്നത്. നാണം വന്ന് പോയി, അവരടുത്ത് പോയി. നമ്മൾക്ക് സൈഡത്തൊക്കെ ഏകദേശം പണിയൊക്കെ കഴിഞ്ഞ്
ഇനി അതിൻ്റെ താഴെ ഭാഗം മാത്രം കുറ്റി അടിച്ച് ടൈറ്റ് ആക്കാനുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ മേലെ ഭാഗത്ത് ഇതാ ഗ്രീൻ നെറ്റ് ഇടുകയാണ്. അതിൻ്റെ പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന് എത്രയും ഭാഗം മേലെ കൂടെ ഗ്രീൻ നെറ്റ് ഇടാനുള്ളതാണ്. ഇതിൻ്റെ പണി ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് കിട്ടിയത്. ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് വരും. ആ ഗ്യാപ്പ് നമ്മൾ ഗ്രീൻ നെറ്റും കൊണ്ട് തന്നെ ഫില്ല് ചെയ്യുന്നതാണ്. റൈഡറാണ്. സൈക്കിൾ ഓടിക്കാനൊന്നും വല്ലാണ്ട് അറിയില്ല, എന്നാലും പോകുന്നു. ഗൈസ് കുളത്തിൻ്റെ സൈഡിൽ കൂടെ സൈക്കിൾ ഓടിക്കുന്നുണ്ടോ ഗൈസ്? കുളത്തിൻ്റെ പണി കഴിഞ്ഞില്ല ഗൈസ്. മാവിൻ ഇന്നലെ കണ്ടില്ല ഗൈസ്. നാണം വന്നു. ഓടിക്കടാ. നമ്മൾ ഗ്രീൻ നെറ്റ് മുറിച്ചിട്ടുണ്ട്. അപ്പം പിന്നി നൂലിങ്ങനെ പറയാണ്ടിരിക്കാനാണ് നമ്മൾ ലാമ്പ് വെച്ചിട്ട് നമ്മളത് ഉരുക്കുന്നത്. അപ്പോൾ പിന്നി വരുന്നത് അവിടെ നിൽക്കും. ചിലപ്പോൾ നമ്മൾ ഏകദേശം 2 ലെയർ നമ്മൾ ഇട്ടിട്ടുണ്ട് മേലെ ഭാഗത്ത് കൂടെ. അടുത്ത ലെയറിൻ്റെ പണിയാണിത്. ഞാൻ തൊട്ടപ്പുറത്ത് അടുത്ത ലെയറും കൂടി ഇട്ട് വെച്ചിട്ടുണ്ട്. കയറ് ഇതാ ടൈറ്റാക്കുന്നുണ്ട്. ടൈറ്റാക്കുമ്പോൾ ഇവിടെ ഹോള് വരുന്നുണ്ട്. അത് വലിഞ്ഞ് ആ ഗ്യാപ്പ് ഇല്ലാതെ ആകാൻ വേണ്ടിയിട്ട് നമ്മൾ കയറ് വലിക്കുന്നത്. ഇതാ നമ്മളിതാ 1, 2, 3, 4ാമത്തെ ലെയർ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതപ്പോൾ ടൈറ്റിലിരിക്കാൻ വേണ്ടി ഈ കയറിതാ അങ്ങോട്ട് വലിച്ച് കിട്ടുകയാണ്. ഇതിനവിടെ കോണി വെക്കുന്നത്. കിട്ടിയ ഭാഗത്ത് കാണിച്ചിട്ടതാ. ഏകദേശം ഒരു പകുതി നമ്മളിതാ കെട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഈ പകുതിയോളം അങ്ങോട്ട് ബാക്കിയുണ്ട്. ഇതാ വലിച്ച് കെട്ടി കഴിഞ്ഞപ്പോൾ ഈ ഗ്യാപ്പൊക്കെ അതാ അടഞ്ഞിട്ടുണ്ട്. ഈ മേൽവശത്ത് വന്ന ഗ്യാപ്പ്